ഈ കൗൺസിലിങ്ങും സ്പിരിച്വൽ ഡയറക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ്, ആരെങ്കിലും വിഷമമൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവരെ പോലെ കരയരുത്. നമ്മൾ പക്വതയോടെ അവരുടെ വേദനകൾക്കൊക്കെ പ്രതിവിധി കണ്ടെത്തണമെന്ന്. ഇത് ശരിയായിരിക്കാം, പക്ഷെ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് നോക്കിയാലോ? ഓരോരുത്തരും വിഷമം ഷെയർ ചെയ്യാനായിട്ട് വരുന്നത് അതിന് പ്രതിവിധി കാണാൻ വേണ്ടി മാത്രമായിരിക്കുകയല്ല, അതൊന്ന് ഷെയർ ചെയ്ത് അവരുടെ ഭാരമൊന്ന് കുറയ്ക്കാൻ വേണ്ടി കൂടിയാണ്. അത് കേട്ട് കല്ലുപോലെ നിന്ന് റീസണബിൾ ആയിട്ടുള്ള പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അതിലൊന്നും പങ്കുകാരാകുവാണെങ്കിൽ അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ വിഷമങ്ങൾ കേട്ട് നമ്മുടെ കണ്ണുകൾ നനയുമ്പോൾ നമ്മൾ അവരോട് പങ്കുചേരുകയാണ്, അവരെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കടുകട്ടിയുള്ള മനസ്സോ റീസണബിൾ ആയിട്ടുള്ള പക്വതയൊന്നുമല്ല നമുക്ക് വേണ്ടത്, അവരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവാണ്. സുവിശേഷത്തിൽ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് കരയുന്ന ഈശോ പക്വതയില്ലാത്തത് കൊണ്ടോ പ്രതിവിധി ഇല്ലാത്തത് കൊണ്ടോ അല്ലല്ലോ, ലാസറിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിനുള്ള തെളിവാണ്. അതുണ്ടാക്കിയുള്ള കരച്ചിലല്ല, തനിയെ വന്നതാണ്. അതുപോലെ തന്നെ അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഈശോ തൻ്റെ മുമ്പിലുള്ള ജനങ്ങളെ കണ്ട് അവരോട് അനുകമ്പ തോന്നിയെന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അവരുടെ വിശപ്പിനെ ഈശോ മനസ്സിലാക്കി, കാരണം ഈശോയും വിശന്നിരുന്നിട്ടുണ്ടായിരുന്നു. വിഷമവുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നവനെ റീസണബിൾ ആയിട്ടുള്ള ആൻസർ കൊടുത്തൊന്നും നമുക്ക് ആശ്വസിപ്പിക്കാനാവില്ല. അവനോടൊപ്പം ചേർന്നിരുന്ന് അവൻ്റെ സങ്കടങ്ങളിൽ പങ്കുചേരാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ കാര്യം. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിച്ചാൽ മാത്രം പോരല്ലോ, കരയുന്നവരോട് കൂടെ കരയാനും നമുക്ക് പറ്റണം. നമ്മുടെ കണ്ണീര് നമ്മുടെ മുൻപിലിരിക്കുന്നവന് ഒരു സൗഖ്യമായിട്ട് മാറട്ടെ.